ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും കപ്പേസ്റ്റും ഉണ്ടാക്കിയാലോ. ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവപ്പ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മാവിൽ ഉപ്പ് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, വെള്ളം ചൂടാക്കിയിട്ടൊന്നും ഒഴിക്കുന്നില്ല. ഇനി ഇതിനെ നമുക്ക് നല്ല സ്മൂത്താക്കി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കറിക്കുള്ള കപ്പയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി എടുക്കാം. കപ്പ വേവിക്കാൻ വയ്ക്കാം. ഒരു സ്പൂൺ മഞ്ഞളും ഉപ്പും ഇട്ട് കപ്പ വേവിക്കാൻ വയ്ക്കാം. നമ്മൾ പൂരിക്കുള്ള മാവ് ബോളാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പത്തിരി പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പത്തിരി പ്രസ്സിൽ നമ്മൾ എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം ഓരോ ബോളായി അതിൽ വെച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഇടാം. ഇങ്ങനെ ഈ മാവെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാപ്പാൽ, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുക്കറിൽ തന്നെ കറി വറവിടലും ചെയ്യാം. അതിലേക്ക് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടു. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കട്ടെ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. തീ കുറച്ച് ഒന്ന് മൂക്കണ വരെ, പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ പകുതി കട്ടായി പോകുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക്
ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒരു തേങ്ങയുടെ പകുതി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. പാല് പിഴിയാം. ഇപ്പം നമ്മുടെ കപ്പക്കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് തിളയ്ക്കണം, ഒന്ന് വറ്റിക്കോട്ടെ. ഞാൻ കപ്പ ഉടച്ചു കൊടുക്കുകയാണ്. വലുതായിട്ട് കിടക്കണ്ടല്ലോ വെച്ചിട്ടാണ് കപ്പ ഉടച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ഇവിടെ ഇരുന്നാവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറി കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കപ്പ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂരി പൊരിച്ചെടുക്കാം. മാവിലൊന്നും കണ്ടില്ല, പക്ഷെ എന്നാലും ബൂരി നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ബൂരി ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേഗം പൊള്ളച്ച് വരും. അപ്പം നമ്മുടെ ബൂരി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇങ്ങനെ ബൂരിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ബൂരിയും കപ്പ സ്റ്റൂവും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ.